കോരിച്ചൊരിയുന്ന മഴയത്ത് എത്ര കഴിച്ചാലും മതിവരാത്ത ചൂട് മുട്ട ബജ്ജി ഉണ്ടാക്കിയാലോ? മുട്ട ബജ്ജിക്കുള്ള ബാറ്ററിന് പാത്രത്തിൽ 1 കപ്പ് കടലമാവും, 1/2 കപ്പ് മൈദാമാവും, 1/2 സ്പൂൺ ഉപ്പും, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 സ്പൂൺ മുളക് പൊടിയും, 1/4 സ്പൂൺ കായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തതിനു ശേഷം വെള്ളം കുറേശ്ശെ ഒഴിച്ച് ദോശമാവിനേക്കാളും കുറച്ച് കട്ടിയിൽ കലക്കി വയ്ക്കുക. 2 നുള്ള് സോഡാപ്പൊടി കൂടി ചേർക്കുക. സോഡാപ്പൊടി അധികമായാൽ ബജ്ജിയിൽ എണ്ണ കുടിക്കും. മുട്ട പുഴുങ്ങിയത് 2ആയി മുറിച്ച് അതിലൊരു നുള്ള് ഉപ്പ് വീതം വിതറുക. കൂടെ കുരുമുളക് പൊടി കൂടി തൂവി കൊടുക്കുക. ഇനി എണ്ണ ചൂടാക്കാൻ വെക്കുക. ചൂടായ എണ്ണയിലേക്ക് ഓരോ മുട്ടയുടെ പകുതിയും മാവിൽ നല്ലപോലെ മുക്കി എണ്ണയിലേക്ക് സാവകാശം ഇട്ട് കൊടുക്കുക. ഇനി ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ നിന്നും മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് പൊരിക്കുക. എണ്ണയുടെ പത അടങ്ങിയാൽ കോരി മാറ്റാം. ഇനി ഇത് സെർവ് ചെയ്യാം. മുട്ട ബജ്ജി ലേശം മുറിച്ച് ആ ഗ്യാപ്പിൽ കുറച്ച് സവാളയും ഉപ്പും കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടി തൂവിയാൽ സ്വാദ് ഒന്നുകൂടി കൂടും. അല്ലെങ്കിൽ മുട്ട ബജ്ജിയിൽ ഇഡ്ലിപ്പൊടി തൂവി സവാളയും മല്ലിയിലയും വിതറി അലങ്കരിക്കാം. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഈ മുട്ട ബജ്ജി റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.